ഒലിവർ ലാക്സെ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ സിറാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം റീസെൻ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു ഗ്രിപ്പിംഗ് ആണ് പടം. എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ സിറാത്ത് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഈ പറയുന്നൊരു ഫിലിം സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക് തിയറിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജി, ഒരു വിശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, ആ ഒരു പാത്ത് എന്നാണ് ആ ഒരു സിറാത്തിനെ അവർ ഡിഫൈൻ ചെയ്യുന്നത്. പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെവനിലും അല്ലെങ്കിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഉള്ളൊരു എന്താ പറയുക ഒരു പാത്താണ്, ഒരു വേ ആയിട്ടാണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ അല്ലെങ്കിൽ ആ ഒരു സിറാത്ത് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വേർഡിൻ്റെ ഒരു മീനിങ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്നൊരു ഫിലിമാണെങ്കിൽ പോലും അത്തരത്തിലാണ്. ആ പറയുന്നൊരു എന്താ പറയുക, ഈ പറയുന്നൊരു ഫിലിമിലാണെങ്കിലും ഒരു അച്ഛനും അല്ലെങ്കിൽ ഒരു ചെറിയൊരു മോനുണ്ട്. അപ്പോൾ അവരൊരു സെർച്ചിങ് ആണ്, അവരുടെ കാണാതെ ഒരു മാളെ തേടിയിട്ട് ഒരു മൊറോക്കൺ ഡെസേർട്ട് അങ്ങനെ അത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്പേസിലോട്ട് അവർ വരുന്നു. അതിനുശേഷം ആ ഒരു ട്രാവലിൽ അവരുടെ മോളെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ അതിനുശേഷം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതാണ് ഈ പറയുന്നൊരു സ്റ്റോറി. അതുപോലെ തന്നെ ഈ പറയുന്നൊരു ഫിലിമാണെങ്കിലും ആ ഒരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഇൻറ്റൻഷൻ ഈ പറയുന്ന ഇതാണെങ്കിലും ആ ഒരു സ്റ്റോറിയുടെ പോക്കിൽ ആ പറയുന്നൊരു ഇൻറ്റൻഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫിലിമിലുണ്ട് അവർ ആ നടത്തുന്ന ഒരു ജേർണി, അവർ എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു മൊറോക്കൺ ഡെസേർട്ടിൽ അവർ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം എങ്ങനെ അവർ ഓവർകം ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഐഡിയ ആണ്. ഈ പറയുന്നൊരു ഡയറക്ടർ ആണെങ്കിൽ പോലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പ്രോസസ്സിൽ ഒരു 12 വർഷത്തോളം ഇതിനകത്തുള്ളൊരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിൽ ആൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 12 വർഷത്തോളം ഈ പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രൈവേഴ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരിലാണ് ആ പറയുന്ന ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കഡെലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ലൈഫിനെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് അവർ ആ ഒരു മൊമെൻറ്റ് വൈസാണ് അവർ ലൈഫിനെ കാണുന്നത്. അവർ എൻജോയ് ചെയ്യുക, ഡ്രഗ്സോ കാര്യങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പോകുന്ന പോക്കിൽ ലൈഫ് റൺ ചെയ്യുക, ജീവിക്കുക എന്ന് പറയുന്നൊരു ഐഡിയ ഉള്ള കുറച്ച് വ്യക്തികളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മൊറോക്കൺ ഡെസേർട്ടിൽ ഇത്തരം ഒരു പാർട്ടി നടക്കുന്ന ആ ഒരു പാർട്ടിയിലോട്ട് ഈ പറയുന്ന ഒരു അച്ഛനും അല്ലെങ്കിൽ ആ ഒരു മോനും കൂടെ കിടന്നു വരുന്നു. അവരുടെ മോള് ഇത്തരത്തിലുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ അവർക്കറിയാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇതിലോട്ട് പോകുന്നു. ആ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അപ്പോൾ ആ പറയുന്ന ഒരു രീതിയിൽ ആ കുട്ടീനെ തിരഞ്ഞു വരുന്നൊരു എന്താ പറയുക ഒരു സെർച്ചിങ് ആണ്. അപ്പോൾ ഈ പറയുന്നൊരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പോലും ഈ പറയുന്ന എന്താ പറയുക ഒരു ഫിലിമിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ട്രാക്സ് കാര്യങ്ങൾ ഭയങ്കര രസമാണ്. കാൻഡിങ് റെയിൻ എന്നാണ് തോന്നുന്നു, കറക്റ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ പറയുന്നൊരു മ്യൂസിക് ഡയറക്ടറെ പേര് അങ്ങനെയാണ്. ആ പറയുന്നൊരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണെങ്കിലും ആ ഒരു മൊറോക്കൺ ഡെസേർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു മ്യൂസിക് പോലെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഷ്വൽ അതുപോലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ പറയുന്നൊരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഡെസേർട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഈ പറയുന്ന ഒരു ഫിലിമിൽ. ആ ഒരു കഥയുടെ പോക്കിലാണ് നമുക്ക് പതിയെ മനസ്സിലാകുന്നത്. അപ്പം ആ ഒരു മ്യൂസിക്കോട് കൂടി ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മ്യൂസിക്കും അല്ലെങ്കിൽ ആ പറയുന്നൊരു വിഷ്വലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ നിന്നാണ് ആ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ പറയുന്ന ഒരു അച്ഛനും മോനും ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസിൻ്റെ അടുത്തോട്ട് ഇവരൊരു എൻക്വയറി അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിൻ്റെ രീതിയിലാണ് അവർ ആ ഒരു സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവരുമായിട്ട് ഇതാകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഫിലിമിൽ അവർ പോർട്രേ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഈ പറയുന്ന ഒരു ഇത്തരത്തിലുള്ളൊരു വ്യക്തികൾ അല്ലെങ്കിൽ റേവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആരെയും ഉപദ്രവിക്കുന്നില്ല അല്ലെങ്കിൽ ആരെയും വേറെ രീതിയിൽ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്, വേറെ ആർക്കും ഒരു ഭാരമാകുന്നില്ല അല്ലെങ്കിൽ ആരും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളൊരു ഈ പറയുന്നൊരു ഫിലിമിൽ അത് എടുത്ത് കാണിക്കുന്നുള്ളൂ. കുറച്ച് മിലിറ്ററി ആളുകൾ വന്നിട്ട് ഇവരെ ആ ഒരു അവരുടെ ആ ഒരു പ്രോഗ്രാം എന്താ പറയുക ക്യാൻസൽ ചെയ്യുന്നതിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു സീനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അവരത് ആ ഒരു എന്താ പറയുക ആ ഒരു ഓഫീസേഴ്സിൻ്റെ അടുത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും മോശമായിട്ടുള്ള ഒരു ഇത് വരുത്തുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ ഇത്തരത്തിലുള്ള പാർട്ടീസിൽ നിന്ന് എന്താ പറയുക അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുമതി ഇല്ലാത്ത രീതിയിൽ അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു സീനാണ് ശരിക്കും അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഒരു വാറിൻ്റെ ഒരു റെഫറൻസ് കാണിക്കുന്നുണ്ട് പലയിടത്തായിട്ട്. ഈ പറയുന്നൊരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലും ഒരു വാറോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ആ ഒരു നടക്കുന്ന ടൈമിൽ ഇവർ ആ ഒരു അതെന്തുകൊണ്ട് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തു എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഈ പറയുന്നൊരു ഫിലിമിൽ ആ ഒരു വാറിൻ്റെ ഒരു സീന് റേഡിയോയിൽ പലപ്പോഴായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവർ. അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതിനെ എന്താ പറയുക ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ കുറച്ച് കൂട്ടായ്മ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കൂടിയിട്ട് ആ ഒരു ഇതിൽ അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും ദോഷമാകുന്നില്ല എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. ഈ പറയുന്നൊരു ഡയറക്ടർ ആണെങ്കിൽ പോലും ഒലിവർ ലാക്സെ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു സൈക്കോഡെലിക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടീസിലൊക്കെ പങ്കെടുക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഡാൻസിങ് എന്ന് പറയുന്നത് തന്നെ നമുക്ക്
ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണെന്നൊക്കെ ഈ പറയുന്ന ഒരു ഇൻ്റർവ്യൂസിൽ ആൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് പുള്ളിയുടെ ഒത്തിരി ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫിലിമിനെ കുറിച്ചൊരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയോ ആൾ ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ ആളുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് സ്റ്റോറിയോ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആളുടെ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളും. അതുപോലെ തന്നെ സിറാട്ട് എന്ന് പറയുന്ന ആ ഒരു പോലീസ് ഓഫീസർ ആ പറയുന്നൊരു ഇവരെയൊക്കെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ പറയുന്നൊരു ആ ഒരു ഫാമിലിയും അതുപോലെ ആ ഒരു കുറച്ച് റേവേഴ്സും കൂടെ അവിടുന്ന് എന്താ പറയുക അവരെ കണ്ണുപിടി എസ്കേപ്പ് ആവുന്നു. അതിനുശേഷം അവർ ആ ഒരു മൊറോക്കൻ ഡെസേർട്ടിലോട്ട് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുന്നു. അതിനുശേഷം കഥ എന്തായെന്നാണ് ഈ പറയുന്നൊരു ഫിലിമിൽ അവർ കാണിക്കുന്നത്. ഈ പറയുന്ന ഒരു സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ അച്ഛനും മോനും ആ ഒരു മോളെ തിരഞ്ഞു വരുന്നു അല്ലെങ്കിൽ ആ ഒരു മോളെ കിട്ടിയെന്നുള്ളതിലുപരി ആ ഒരു ലൈഫിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആ ഒരു സെർച്ചിങ്ങിലോ അല്ലെങ്കിൽ ഒരു തേടലിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ യാത്രയിൽ തന്നെ നമ്മൾ പലതും നേടാനായിട്ട് ഓടുമ്പോൾ പലതും നമുക്ക് നഷ്ടമാകുന്നു എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. പലതിലും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാകാം അല്ലെങ്കിൽ പല രീതിയിലും ഒരു ലോസ് നമുക്ക് ഉണ്ടാകാം. ഈ പറയുന്നൊരു ഫിലിമിലാണെങ്കിൽ ഈ പറയുന്നൊരു സ്റ്റോറിയിൽ ആ ഒരു അച്ഛനും മോനും കൂടെ കൂടിയിട്ട് ഒരു ചെറിയ കുട്ടിയും കൂടെ കൂടിയിട്ട് ഈ പറയുന്ന ഒരു മോളെ കണ്ടുപിടിക്കാൻ വരുന്ന ഒരു ജേണിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാദറായിട്ട് ആ പറയുന്നൊരു വ്യക്തിക്ക് ഭയങ്കര ഒരു ലോസ് ഉണ്ടാവുകയാണ് ലൈഫിൽ. ആ ഒരു യാത്രയിൽ ആ പറയുന്ന കൂടെ വന്ന ഒരു കുട്ടി നഷ്ടമാവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ പറയുന്ന ഒരു സിറാത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതുപോലെ തന്നെ ആ ഒരു സിറാത്ത് എന്ന് ഉള്ളത് അവർ റെഫറൻസിലി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു പ്ലേസായിട്ട് തന്നെ എന്താ പറയുക അതിനെ ആ ഒരു ഡെസേർട്ടായിട്ട് തന്നെ നമുക്ക് കാണിക്കുകയാണ്. ആ പറയുന്നൊരു ഈ പറയുന്നൊരു സിറാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വേ അല്ലെങ്കിൽ ലൈഫിൻ്റെ ആ ഒരു പാത്ത് അത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉള്ളതാണെന്നും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഓവർകം ചെയ്താൽ മാത്രമാണ് അവിടെ ലൈഫുള്ളൂ എന്ന് പറയുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഇതിൽ ഒലിവർ ലാക്സ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇതിൽ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ഈ ഡെത്ത് എന്ന് പറയുന്ന എത്രത്തോളം നമ്മൾ ആ ഒരു കൂടെ നമ്മൾ ക്യാരി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഒരു ഫിലിമിലാണെങ്കിലും അല്ലെങ്കിൽ ആളാ പറഞ്ഞൊരു വേർഡ്സ് ആണെങ്കിലും നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുകയാണ്. ഈ പറയുന്ന ഒരു നമ്മളാ ഒരു കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു മരണം എന്ന് പറയുന്ന കാര്യം നമ്മുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുകയാണ്. പലപ്പോഴും ലൈഫിൽ ആ ഒരു ഡെത്തിനെ സ്കിപ്പ് ചെയ്യുകയാണ് ആ ഒരു ലൈഫിലോട്ട്. ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലും അത്ര അവർ ആ ഒരു പാർട്ടീസൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിൽ അവർ അത്രത്തോളം ആ ഒരു മൊറോക്കൻ സ്പേസിൽ ആ ഒരു ക്ലോസപ്പ് ഷോട്ട് ഉണ്ട്. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കാലുകൾ ഇങ്ങനെ ഭയങ്കര സ്റ്റെപ്പുകൾ വെക്കുന്നതായിട്ടുള്ള ഒരു ക്ലോസപ്പ് ഉണ്ട്. ആ ഒരു സ്പേസിൽ അവർ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് നടത്തുമ്പോൾ അതൊരു സൈഡാണെങ്കിൽ പോലും ആ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ അവർ അതേ സ്പേസിൽ അതേ മൊറോക്കൻ ഡെസേർട്ടിൽ അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് ഭയക്കുന്ന ഒരു ഇത് വരുന്നുണ്ട് ആ പറയുന്ന ഒരു സ്റ്റോറിയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു സ്റ്റോറിയുടെ പോക്കിൽ ഒരു ഡെസേർട്ടിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പേസിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവിടുന്ന് ഒരു രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലാവുന്നുണ്ട് ആ പറയുന്നൊരു സ്റ്റോറിയിൽ. അപ്പം അവിടെ നിന്ന് അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി ബോംബുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ചെറിയ ചെറിയ മൈൻസ് എന്ന് പറയും അതിന്. അപ്പോൾ ആ ഒരു ഇത് ആ പറയുന്നൊരു ഡെസേർട്ടിൽ അവിടെ ഇവിടെയായിട്ട് ഇവരിങ്ങനെ ആ ഡെസേർട്ടിൽ പലയിടത്തായിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്നൊരു ഇതിൽ നിന്ന് അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. അവരുടെ കൂടെ വന്ന പല ആളുകളും ആ പറയുന്നൊരു മൈൻസിൽ അല്ലെങ്കിൽ ആ പറയുന്നൊരു കുഴി ബോംബിൽ പെട്ടിട്ട് അറിയാതെ അല്ലെങ്കിൽ അതൊരു ട്രാപ്പാണ്, വലിയൊരു ട്രാപ്പാണ്. ആ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് അവർ മരിക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെത്തിനെയും ലൈഫിനെയും ഈ പറയുന്ന ഒരു ആ ഒരു സ്പേസിൽ ആ ഒരു മൊറോക്കോൺ ഡെസേർട്ടിൻ്റെ ആ സ്പേസിൽ ആ ഒരു വിഷ്വലി നമുക്ക് ആ പറയുന്ന ഒരു എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുവാണ്. ഈ പറയുന്ന ഒരു ഫിലിമാണെങ്കിലും വലിയൊരു കഥയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസും അതുപോലെ ആ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ഒരു കാൻഡിങ് ഡ്രെയിൻ എന്നാന്ന് തോന്നുന്നു. അപ്പോഴുടെ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ പറയുന്ന ഒരു ഫിലിമിൽ ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട്. അവർ പലയിടത്തായിട്ട് ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു പാർട്ടീസ് നടത്തുന്ന ആ ഒരു ആളുകളായതുകൊണ്ട് തന്നെ അവർ ആ ഒരു മ്യൂസിക്കിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിൽ ഒരു ഡാൻസ് കളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലോങ് ഡാൻസിങ് ഷോട്ടുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പറയുന്നൊരു യാത്രയിൽ ആ പറയുന്നൊരു ഫാദറിന് കാണാതായ ഒരു മോളെയും കിട്ടുന്നില്ല. അതുപോലെ ആ ഒരു മോനെ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതെല്ലാം ശേഷം ആൾ കംപ്ലീറ്റ്ലി ലോസ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ആ ഒരു മൊറോക്കോൺ ഡെസേർട്ടിൽ ആ ഒരു ഡെസേർട്ടും ഈ പറയുന്ന ഒരു വലിയൊരു ക്യാരക്ടറാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഐസൊലേഷൻ പോലെയാണ് എനിക്ക് ആ ഒരു ഫിലിം കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് അവർ ആ ഒരു നിൽക്കുന്നത്. അവർക്ക് ആ ഒരു നോക്കത്താ ദൂരത്ത് പോലും ഒന്നും ലഭിക്കുന്നില്ല. അവർക്കൊരു ഹോപ്പേ ഇല്ലാത്ത രീതിയിലാണ് ആ പറയുന്നൊരു സ്പേസ്. അവർക്ക് എവിടെ നോക്കിയാലും ഭയങ്കര ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ അവർക്കൊരു ആൻസർ ഇല്ല. ആ ഒരു ടൈമിൽ അവർ അവിടെ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ആ പറയുന്ന ഒരു മ്യൂസിക്കിന് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെയിനായിട്ടുള്ള ഒരു ഫാദറായിട്ടുള്ള ഒരു ക്യാരക്ടർ അത്രയും നേരം ഒരു വേറൊരു എന്താ പറയുക സൈക്കോളജിക്കലി വേറൊരു മൂഡിലിരിക്കുന്ന ഒരു വ്യക്തി
ആ ഒരു മോൻ്റെ ഒരു ലോസ്, അതിനെല്ലാം ശേഷം ഈ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക്കിന് ആള് ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു ക്ലൈമാക്സിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു സീൻ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ടോട്ടലി ആ ഒരു ഇമോഷണൽ ആ ഒരു ബാലൻസ് അവർ റീകണക്ട് ചെയ്യാൻ നോക്കുന്ന പറയാം. അവരുടെ ഒരു ഇമോഷണൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കംപ്ലീറ്റ്ലി ലോസ് ആയിട്ട് അവർക്ക് ആ ഒരു ഡെസേർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അവർക്ക് അവർ ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ട് അവർ ഒരു ഒരു സോങ്ങിന് ഡാൻസ് കളിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാദർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആ പറയുന്നൊരു ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പറയുന്ന ഒരു പാട്ടിന് ആള് സ്റ്റെപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം ശേഷം ആ പറയുന്ന ഒരു ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ കുഴി ബോംബുകൾ മൈൻഡ്സ് ചെറിയ ചെറിയ ഇത് ആ പറയുന്നൊരു സ്പേസിലുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഹാപ്പിയായിട്ട് ആ ഒരു ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു പാർട്ടിയിൽ അവർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്പേസും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കും. അതുപോലെ അവർ ആ ഒരു നമ്മുടെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ആ ഒരു റിതം, അവരുടെ കാലുകളിലെ ഒരു താളമുണ്ട്. അത് ആ ഒരു സീനിൽ അവർ ആ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ഇതിലവർ ക്ലൈമാക്സിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു വെക്കുന്ന ഓരോ സ്റ്റെപ്പിലുമാണ് ലൈഫ് ഇരിക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് എനിക്കത് കണ്ടിരിക്കുമ്പോൾ തോന്നിയത്. ഇതിൽ ആ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പേസിനും അല്ലെങ്കിൽ ആളുടെ വർഷങ്ങളോളമുള്ള ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൊറോക്കൻ ഡെസേർട്ടിനും അല്ല പറയുന്ന ഒരു മലകൾക്കും അവിടുത്തെ മണ്ണിന് തന്നെ ആ ഒരു ഇതുണ്ട്. ആ ഒരു വിഷ്വലി നമുക്ക് ആ ഒരു ട്രീറ്റ് തരിക എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു അതിൻ്റെ ഒരു സൗണ്ടിങ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സിനിമോട്ടോഗ്രഫി എടുത്തു പറയുന്ന ഒരു കേസാണ്. ആ പറയുന്ന ഒരു സിനിമോട്ടോഗ്രഫിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, മ്യൂസിക്കിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ പറയുന്ന ഒരു ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ഈ പറയുന്ന ഒരു ഫിലിമിനെ അവർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പറയുന്ന ഒരു നമ്മുടെ ലൈഫിൻ്റെ യാത്ര ഇതുപോലെയാണ്. നമ്മൾ പലതും തേടിപ്പോകുന്നു, ചിലപ്പോൾ കൂടെ ഉള്ളതും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതും നഷ്ടമാകുന്നു. പക്ഷെ നമ്മളൊന്നും നേടാതെ ലൈഫിൽ ആ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു വൗണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വേദന കാര്യങ്ങൾ ആ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, വോണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സൈക്കോളജിക്കലി നോക്കുവാണെങ്കിൽ ആ ഒരു പെയിൻ എല്ലാം ആ പറയുന്ന ഒരു വ്യക്തിനെ ഉറപ്പായിട്ട് ഹോണ്ട് ചെയ്യും. ആ പറയുന്ന ഒരു ഫാദർ അല്ലെങ്കിൽ ആ ഒരു ആഫ്റ്റർ ലൈഫ് ആളുടെ ഒരു ബാക്കി ജീവിതത്തിൽ ആൾക്ക് ഉണ്ടായിട്ടുള്ള ലോസും അത് ആ ഒരു ഡെത്തിന് തുല്യമായിട്ടുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ ആൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആ കൂടെ വന്നിട്ടുള്ള വ്യക്തികൾക്ക് കൂടെയുള്ള അവരുടെ ഒരു ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ആ പറയുന്നൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ടായിരുന്നു. അതിൽ അവർക്ക് ഒരു ഇതുണ്ടായേക്കാം. ആ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു ഫിലിമിൽ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റോറിയുടെ പോക്കിൽ എനിക്കതിനകത്ത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഡെത്തിനെ രണ്ട് രീതിയിൽ കാണുന്നുണ്ട് ഇവരുടെ കൂടെ വന്ന ഒരു ഡോഗ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂടെ വരുന്ന ഒരു ഡോഗ് ഒരു പോയിന്റിൽ ഡെത്ത് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അത് മരിക്കുന്നുണ്ട്. എന്തോ പോയിസണോ റീസൺ അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് അത് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷം ഇവരുടെ കൂടെയുള്ള കുറച്ച് റിവേഴ്സ് അല്ലെങ്കിൽ ആ കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ആ ഒരു ഡെത്തിനെ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു ഇതിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡെത്തിനെ ആ ഒരു ഡയറക്ടർ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ആ ഒരു ഡെത്തിനെ അവർ വെറും ഒരു സീരിയസ് ആയിട്ടല്ലാത്ത രീതിയിൽ കാണുന്നു. പക്ഷെ അതിൻ്റെ ഒരു മറു സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ഇവർക്ക് ആ ഒരു എന്തെങ്കിലും ആ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ളവർ നഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് ആ ഒരു വരുന്ന ഒരു ഇതുണ്ട്, ആ ഒരു എമോഷനിൽ വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിധമുണ്ട്. ഇവർ ആ ഓരോ ഘട്ടമായിട്ട് ഓരോ വ്യക്തികൾ മരിക്കുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കയറി ചവിട്ടിയിട്ട് ആ ഒരു ബോംബ് പൊട്ടുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഓരോ വ്യക്തികളും മരിക്കുമ്പോൾ അവർക്ക് അതിൽ വരുന്ന ഒരു ഇമോഷണൽ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫാദർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു മകനെല്ലാം മരിച്ചു, അല്ലെങ്കിൽ ആൾക്കിനി ലൈഫ് ജീവിക്കേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആൾ ആ ഒരു ഡെസേർട്ടിൽ അല്ലെങ്കിൽ ക്ലൈമാക്സിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ലൈഫിനോട് തന്നെ ഒരു വെറുപ്പും ഒരു പോയിന്റിൽ ആ ഒരു മൈൻഡ്സ് അല്ലെങ്കിൽ ആ ഒരു കുഴിബോംബുകളെല്ലാം ഉള്ള സ്ഥലത്തോടെ മരിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്കിനി ജീവിതം വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിൽ ആൾ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ആൾ ഇൻറ്റേർണലി ഉള്ള ഫീലിങ്സ് അതാണ്. പക്ഷേ ആളത് നടന്നു പോകുമ്പോഴും ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോർഷൻ ക്രോസ് ചെയ്തിട്ടും ആൾക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ആ ബൈക്കിൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന അതിലൊരു വ്യക്തി ക്രോസ് ചെയ്യും, ഇതേ ഒരു മൈൻഡ് സെറ്റോട് കൂടി ആൾ ക്രോസ് ചെയ്യും. പക്ഷേ ആൾ മരിച്ചു പോകുന്നുണ്ട് ആ പറയുന്നൊരു ഫിലിമിൽ. ആളുടെ ഒരു തോട്ട് ഭയങ്കര രസമാണ്. ആളുടെ ഉള്ളിലുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ കാണുന്ന ഒരു വിധം, ആ ഒരു പോയിന്റിൽ ആൾക്ക് ജീവൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ ആ ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ആൾക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അതേസമയം ആളുടെ ബാക്കിൽ നിന്നൊരു വേറൊരു വ്യക്തി അതേ രീതിയിൽ, പക്ഷെ ആ പുള്ളിയുടെ മനസ്സിലൊരു പേടിയുണ്ട്. ആ ഒരു പേടിയിലാണ് ആളത് ക്രോസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പേടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ആൾ മരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഡെത്തിനെ കാണുന്നു അല്ലെങ്കിൽ ആൾക്കാരുടെ ഇന്റേണലി ആ ഒരു ഫീലിങ്സ് അത് ഭയങ്കര രസമായിട്ട്
ഒലിവർ ലാക്സയുടെ എന്താ പറയുക, നമുക്ക് ഒരു വിഷ്വൽ ഹിപ്നോട്ടിസിങ് പരിപാടിയാണ്. അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ആ ഒരു മ്യൂസിക് ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും ഒരു പുതിയതായിരുന്നു എനിക്കിത് കണ്ടിട്ട്. ഇപ്പോൾ ഇത് ഒത്തിരി ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ടുള്ള ഒരു ഫിലിമാണ്. ഫെസ്റ്റിവലാണെങ്കിലും അതുപോലെ ഒലിവർ ലാക്സ് ഒരിടത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിനെടുത്ത ടൈം കൊണ്ടായിരിക്കാം. അതുപോലെ ഈ പറയുന്നൊരു മ്യൂസിക്കിന് വേണ്ടിയിട്ട് 1.5 വർഷത്തോളം ആൾ സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, ക്യാൻഡിങ് റേ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റുമായിട്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പറയുന്ന ഒരു വർക്ക് കാര്യങ്ങൾ പതിയെ പതിയെ വളർന്നു വന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സിനിമ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും മേ ബി ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കപ്പാസിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നത് എല്ലാവരും കണ്ടു നോക്കാന്ന് പറയുന്നതാണ്. സിറാത്ത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, നമ്മളൊക്കെ അതൊരു അൺകംഫർട്ടബിൾ ആക്കുമോ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ കിട്ടിയേക്കാൻ നിൽക്കുന്ന പറയുന്നൊരു ഐഡിയ ആണത്. കണ്ടു നോക്കാന്ന് പറയുന്നതാണ് സിറാത്ത് എന്ന് പറയുന്നൊരു ഇത്.